കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ബോംബ് സോഡ, അതൊരു സോഡക്കടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബോംബ് സോഡ, അതൊരു ചാലക്കുടിയാണ്. ചാലക്കുടി, സൗത്ത് ചാലക്കുടി ആണ്. സൗത്ത് ചാലക്കുടിയുടെ താഴത്ത് ഇപ്പം മുംബൈ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മുംബൈയിലുള്ള മറ്റേ ഫ്ലൈ ഓവറാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്ത വശത്താണ്. സൗത്ത് ചാലക്കുടി. അവിടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് 2 ശരിയാണ്. അവിടെ ഒരു കാക്കയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ 1:10 വാച്ചിൻ്റെ ടൈം വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ 1:10 ഇപ്പോൾ ചാലക്കുടി നമ്മൾ ചാലക്കുടിയിലോട്ട് കറങ്ങിയിട്ട് കഴിഞ്ഞില്ല അല്ലേ. ചാലക്കുടിയൊക്കെ നമ്മൾ കണക്കിന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അടുത്താണ്. നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ റൈഡിങ് ആണെന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കൂടുതൽ ദൂരം റൈഡ് ചെയ്യുക. കൂടുതൽ ദൂരം എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര സമയം. നേരത്തെ പറഞ്ഞ പോലെ ടയറും ട്യൂബ് 5 അഴീസാണ് ഉള്ളത്. ശരി, പുൽക്കൂടാണ് ആ പണിത് വെച്ചിരുന്നത്. ആ ഭാഗത്തേക്ക് മഴക്കാറാണോ മൂടലാണോന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. അപ്പോൾ ട്യൂബ്, ബാക്കിലെ ട്യൂബ് 15-20 പഞ്ചറും പഞ്ചർ പാച്ചും, 2 ഗംഭീര തുളയായിട്ട് ഉള്ളിൽ പാച്ച് പീസ് വെച്ചൊക്കെയാണ് ടയറിൻ്റെ അകത്ത്. ഒരു പ്രത്യേക സാധനം വെച്ച് പീസ് വെച്ച് അതും വെച്ച് അടിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ പരമാവധി ഈ ടയർ ഉപയോഗിക്കുക. കാരണം അധികം ഉപയോഗിച്ചില്ല. അതിന് മുമ്പ് തന്നെ ഈ കുപ്പിച്ചില് കയറിയിട്ടേ നശിച്ചു. എനിക്കിതിൻ്റെ മുകളിൽ കൂടി പോയാലോ, എന്തെന്നാണെന്നറിയില്ല. ഒരു മുകളിൽ കൂടി പോവാം. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. ഒരു 10,000 കിലോമീറ്ററിൻ്റെ മുകളിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ടയർ. ഡെയിലി 40 കിലോമീറ്റർ മിനിമം നമ്മൾ ഓടും. ഏകദേശം 300 ദിവസം ആയിട്ടുണ്ടാവും. ഇപ്പം ചില ദിവസങ്ങളിൽ കൂടുതൽ ഓടും. 100-200 കിലോമീറ്റർ ഓടിയ ചെറുപ്പം. മാസ്ക് വയ്ക്കാതെ പോകാൻ പറ്റില്ല. മാള, കൊടുങ്ങല്ലൂർ, മാള എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ആ ഭാഗത്തേക്ക് പടിയുണ്ട് കേട്ടോ. ഈ വഴിയും പോകാം മാളയിലേക്ക്, അടുത്ത ദിവസത്തേക്ക്. നമ്മൾ പറഞ്ഞ പോലെ ടയറിൻ്റെ ഇതും വെച്ച് നമ്മൾ ഗ്രാമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടതിന് ആള് കൂടും. അതാണ് ഏറ്റവും നല്ല പ്രശ്നം. എന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആള് കൂടും. പിന്നെ നമ്മളാ കൺഫ്യൂഷനാവും. ഇവിടെ നാടൻ ഊണുണ്ട് കേട്ടോ, നാടൻ ഊണ്. ഈ ചാലക്കുടി അങ്കമാലിക്കാരുടെ ഒരു ഭാഷയാണ് നാടൻ ഊണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ വീട്ടിലൂണെന്ന് പറയുമ്പോൾ എറണാകുളത്തായിട്ട് കൊണ്ടാണ് വീട്ടിലൂണ്. അപ്പോൾ ഓക്കെ എന്നാൽ ആ റൈറ്റ് സൈഡിൽ ചാലക്കുടി മലനിരകളാണ് കേട്ടോ. ഒന്നരായിട്ടുള്ളൂ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് കൊണ്ടുവന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടുവന്നില്ല. പ്രത്യേകിച്ചൊന്നും ഇത് കൊണ്ടുവന്നില്ല. അങ്ങനെ വേറെ സ്പെഷ്യൽ റൈഡിങ് ഒന്നുമല്ല, ചുമ്മാ റൈഡിങ് അത്രേ ഉള്ളൂ. അതായത് കുറേ നാൾ നമ്മൾ ലോങ് പോകാണ്ട് പെട്ടെന്ന് നമ്മളൊരു കുന്നും മലയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊരു പ്രശ്നമാവും.
അപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികൾ കൂടി സഞ്ചരിച്ച് കുറച്ച് ലോങ് നമ്മൾ പോയി അതിൻ്റെ ആ ഒരു ഇത് എന്താ പറയുക ഇതാക്കിയെടുക്കാം. ജസ്റ്റ് നമ്മുടെ ആ ഒരു മടുപ്പല്ല ശരിക്കും കാട്ടിൽ കൂടി പോകുമ്പോഴുള്ള അസുഖമൊന്നും ഇവിടെ കുറച്ച് പഴയകാല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുമോ? ചാലക്കുടിയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് കിടക്കാനുള്ള വഴിയില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ തൃശ്ശൂർ 27 കിലോമീറ്റർ, ഇവിടെ ഒരു ബോർഡുണ്ട്. ഇനി ആലക്കുട 14 കിലോമീറ്റർ ഇടതുവശത്തേക്ക്. തൃശ്ശൂർ നേരെ ഉണ്ടോ, ആളൂർ എന്ന സ്ഥലത്തേക്ക് 4 കിലോമീറ്റർ ഇടതുവശത്തേക്ക്. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ പോകാം. നാളികേരം മൊത്തമായും ചില്ലറായും വിൽക്കപ്പെടും. അപ്പോൾ പലർക്കും സംശയമാണല്ലോ, എല്ലാവരും ചോദിക്കുമ്പോൾ ചോദ്യമുണ്ട്. കേരളത്തിലെല്ലാവരും തേങ്ങ എന്ന് വിളിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവർ നാളികേരം എന്നാണ് പറയുന്നത്. ഏതാണ് ശരിയായ വാക്ക്? നമുക്ക് നേരെ തന്നെ പോവാം. ആളൂർ ലെഫ്റ്റ്, ആളൂർ എന്നൊരു സ്ഥലത്തേക്ക്. അപ്പോൾ തൃശ്ശൂർക്ക് 27 കിലോമീറ്റർ ഇനിയുണ്ട്, 30 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെ ഈ അണ്ടർപാസ് പോകുന്നതുകൊണ്ടേ കുറേ ബ്ലോക്കുകളൊക്കെ ഒഴിവായി കിട്ടി. മറ്റേ സ്ട്രൈറ്റ് പോകുന്നവർ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കണം. ഇവിടെയൊക്കെ ഇടതുവശത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമേ വെറുതെ കിടക്കണം. വെറുതെ അല്ലേ, ഒരു കൃഷി പോലും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു കൃഷി ചെയ്തുകൂടെ അവർക്ക്? പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള പണം പ്രശ്നമാണ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരും ഒന്നും കൊടുക്കാനുമില്ല. കയ്യിൽ വെറുതെ കാശ് കളയാൻ കൊടുക്കും. തെങ്ങ് പണ്ട് നട്ടായിരുന്നെങ്കിൽ ഒരു വർഷം നല്ല കാശ് കിട്ടിയാണ്. തെങ്ങെങ്കിൽ തെങ്ങ്. ഇതൊരു ക്രഷർ യൂണിറ്റൊക്കെ ഉണ്ട്. ക്രഷർ എന്ന് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് മുന്നോട്ട് പോവാം. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരു നല്ല തിരക്കാം. സീസണായതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ശബരിമല സീസണാണ്, ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനെ ഒരുപാട് സീസണുകളായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തിരക്ക് കൂടുതലാണ് പൊതുവെ. ഇന്നിപ്പോൾ 7-ാം തീയതി ആയല്ല. ഒരു തടി ഡിപ്പോയൊക്കെ ഉണ്ട്. ഇമ്പോർട്ടഡ് തടികളൊക്കെ കൊടുക്കും. പണ്ട് തടി നിപ്പോയുടെ മുമ്പിൽ ആന ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ പകരം ഒരു ക്രെയിനാണ് ഉള്ളത് കേട്ടോ. അതായാലും നന്നായി. പണ്ട് ആനകളെ കാണാമായിരുന്നു തടിയുടെ മുന്നിൽ. നമ്മുടെ സ്വിഫ്റ്റ് ഭക്ഷണം കഴിച്ച് പോകാൻ തയ്യാറാവേണ്ട. അവിടുന്ന് 501 സ്വിഫ്റ്റാണ്. അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നേ. ഇവിടെ ഒരുത്തൻ ഐസ്ക്രീം പാക്കറ്റൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരം കേട്ടോ. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന വരെ ഒരു കുഴപ്പമില്ല. അവിടെ വെച്ച് കഴിച്ചിട്ട് ആ പാക്കറ്റ് അവിടെ കളഞ്ഞിട്ട് പോകാൻ പോലും, ഡസ്റ്റ്ബിന്നിൽ ഇട്ടാൽ പോലും. അല്ല, നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതല്ല. വേസ്റ്റ് റോഡിലേക്ക്, പബ്ലിക് പ്ലേസിലേക്ക് വലിച്ചെറിയുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. അത് ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചാണ്. അതുകൊണ്ട് പാലിയേക്കാര ടോൾ പ്ലാസയുടെ അടുത്ത് എത്താറായി. അത് കംപ്ലീറ്റ് ഫാസ്ടാഗിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ കാണാൻ പറ്റും. അതൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഓക്കെ.
അപ്പോൾ ഓക്കെ എന്നാൽ കയറ്റമൊക്കെ ആട്ടെ, ഇങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോളോ ടയേഴ്സിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പാർക്ക് പോലെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്താ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഭക്ഷണം വെള്ളം കുടിക്കുക. ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ, വിദേശത്തെ കാണുന്ന പോലെ. നമുക്ക് സ്റ്റൗവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകൾ കംപ്ലീറ്റ് വേസ്റ്റ് ഇത് അവിടേക്ക് കൊണ്ടുവന്നിട്ടാണ്. അതായത് ആരും അങ്ങോട്ട് ഇട്ടിട്ടില്ല, ഉണ്ട് ഈ കുളത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പം ആകെ ഇതായിപ്പോയി, എന്താ പറയുക, പൂപ്പൽ പിടിച്ചു, പായലും പൂപ്പലും പിടിച്ച് നശിച്ചു. എന്നാലും ആളുകളെ, നമ്മുടെ നാട്ടിൽ ആളുകൾ ഇപ്പോഴും ആ ഒരു കൾച്ചർ പഠിച്ചിട്ടില്ല. അവർ നല്ല സംസ്കാരം പറഞ്ഞ പോലെ എന്താ വേസ്റ്റ് എങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇന്ന് വരെ പഠിച്ചിട്ടില്ല. ശരിക്കും അർഹതയില്ലാത്തവർക്കാണ് ഈ പ്ലാസ്റ്റിക്കിൽ ഭക്ഷണം കൊടുക്കുന്നത്. അത് ഇവിടെ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്കാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട്, പാടമാണ് അവിടെ, ശരിക്കും നമുക്ക് കാണാൻ പറ്റും. നെൽപ്പാടം ഉണ്ടോ, അങ്ങോട്ട് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുറേ നാളായി നെൽപ്പാടം കണ്ടിട്ട്. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ തരുന്നു. ഓക്കെ.